നമസ്കാരം. എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ എപ്പിസോഡ്? എന്താണ് ഇവിടെ സംഭവിച്ചത്? എന്താണ് ബിഗ് ബോസ് ട്രൈ ചെയ്തത്? എന്തൊക്കെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലായി? ജാസ്മിനെ ഇനിയും വെള്ളപൂശം നടക്കുന്നവർക്ക് എന്താണ് മനസ്സിലായത്? എന്തായാലും എന്റെ ഒരു അഭിപ്രായം ഞാൻ പറയാം. ഇതിനകത്ത് എനിക്ക് മനസ്സിലായത്, എങ്ങനെയെങ്കിലും ഈ പറയുന്ന ജാസ്മിൻ എന്ന് പറയുന്ന പെൺകുട്ടി ഇത്രയും നെഗറ്റീവായിട്ട് വെളിയിൽ നിൽക്കുന്നു, എങ്ങനെയെങ്കിലും അവളൊന്ന് എന്ത് ചെയ്തിട്ട് അവൾ അതിൽ നിന്ന് പുറത്തു വരുന്നെങ്കിൽ വരട്ടെ എന്ന് വിചാരിച്ച് നമ്മുടെ ബിഗ് ബോസ് നല്ല രീതിയിൽ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഉള്ള ബ്ലെയിംസ് മൊത്തം, ഉള്ള കുറ്റം മൊത്തം ആണിന്റെ തലയിലേക്ക് അടിച്ചേൽപ്പിച്ച് അല്ലെങ്കിൽ ഗബ്രിയുടെ തലയിലേക്ക് ചാർത്തി കൊടുത്തുകൊണ്ടുള്ള ബിഗ് ബോസിന്റെ മൂവ്മെന്റ് മനസ്സിലായോ? ഗബ്രി അവിടെ ഉത്തരം പോലും പറയുന്നില്ല, കാരണം അവന് ഉത്തരമില്ല. ആ രീതിയിലാണ് അവർ പോർട്രേ ചെയ്ത് കാണിച്ചത്. ജാസ്മിൻ പറഞ്ഞ കാര്യങ്ങളൊന്നും കാണിച്ചില്ല, ഗബ്രി പറഞ്ഞ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അതായത് ഗബ്രി നിന്നെയും അതിനോടൊപ്പം റസ്മിനെയും ലൈൻ വലിക്കുന്നുണ്ട് എന്ന് പറയാതെ പറഞ്ഞു ആര്? പിന്നീട് ഈ പറയുന്ന ബിഗ് ബോസ്. എന്നിട്ടും ഇതൊക്കെ കാണിച്ചു കൊടുത്തിട്ടും ജാസ്മിൻ ആരെ കൂട്ടത്തു നിന്നു? ഗബ്രിയുടെ കൂടെ നിന്നു. വെരി സിമ്പിൾ. ജാസ്മിൻ ആരെ കൂടെ നിന്നു? ഗബ്രിയുടെ കൂടെ നിന്നു. ഗബ്രിയുടെ സങ്കടമാണ് ജാസ്മിൻ ഏറ്റവും വലുത് എന്ന് നമുക്കിവിടെ മനസ്സിലായി അല്ലേ? ഗബ്രി സങ്കടപ്പെടുന്നു, ഗബ്രിയെ ബ്ലെയിം ചെയ്യുന്നു, ഗബ്രിയെ ഒറ്റപ്പെടുത്തുന്നു. അതുകൊണ്ട് ഞാൻ ഗബ്രിയുടെ കൂടെ നിൽക്കുന്നു. എനിക്ക് ഗബ്രിയോട് ഇഷ്ടമാണ്, ഞാനൊരു പ്രേമത്തിലേക്ക്, ഒരു പ്രണയത്തിലേക്ക് പോകാതെ ശ്രമിക്കുന്നു. എനിക്ക് മനസ്സിലായില്ല അത് എന്ത് തരം ഇഷ്ടമാണെന്ന്, എന്ത് തരം സ്റ്റേറ്റ്മെന്റ് ആണെന്നും എനിക്ക് ഇതുവരെ അത് മനസ്സിലായിട്ടില്ല. പ്രണയത്തിലേക്ക് പോകാതെ ഞാൻ എന്ത് ചെയ്യും, നമ്മളിങ്ങനെ പിടിച്ചു വെച്ചിട്ടുണ്ട്. പ്രണയം എന്റെ മനസ്സിന്റെ ഉള്ളില്, അവള് പറഞ്ഞു വരുന്നത് എന്താണ്? എന്റെ പ്രണയം എന്റെ ദേഹം മൊത്തം, അല്ലെങ്കിൽ എന്റെ ശരീരം മൊത്തം, എന്റെ മനസ്സ് മൊത്തം അവനോടുള്ള പ്രണയമാണ്. പക്ഷെ അത് പുറത്തു പറയാതെ കൺട്രോൾ ചെയ്ത് ഞാൻ കൊണ്ടു നടക്കുന്നു. കാരണം നമ്മുടെ കുടുംബ പശ്ചാത്തലം അല്ലെങ്കിൽ ജാതിയോ മതമോ എന്തോ ആയിക്കോട്ടെ, അതുകൊണ്ട് മാത്രം ഞാൻ പറയുന്നില്ല എന്ന് ആര് പറയുന്നു? ജാസ്മിൻ പറയുന്നു. അവിടെ ബലിയാടാക്കുന്നത് ഗബ്രിയെ. എന്താ? ജാസ്മിൻ ഇതിനൊരു പങ്കുമില്ലേ? ഈ പ്രേമ നാടകത്തിൽ അല്ലെങ്കിൽ ഈ ഒരു പ്രേമ കൂത്തിൽ ആദ്യമായിട്ട് ഒരു കാലെടുത്ത് വെച്ചതാരാണ്? ഇതിന് തുടക്കമിട്ടതാരാണ്? ഈ പറയുന്ന ജാസ്മിൻ തന്നെയാണ്. ജാസ്മിൻ തന്നെയാണ് ഗബ്രി ഇതിലേക്ക് കൊണ്ടുവന്നത്. അത് ഇല്ലെന്ന് ആർക്കും പറയാൻ പറ്റില്ല. നമ്മളെല്ലാം കണ്ടുകൊണ്ടിരുന്നതാണ്. അവിടെയൊക്കെ ഗബ്രി ഒഴിഞ്ഞു മാറാൻ ആദ്യമൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. നിനക്ക് എന്നോട് പ്രണയമാണോ എന്ന് ഗബ്രി ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ആണെങ്കിൽ ഞാൻ ഇല്ലാന്ന് പറയും എന്നൊക്കെ ഈ ജാസ്മിനോട് പറയുന്നുണ്ട്. അവിടെയൊക്കെ ഈ പറയുന്ന പിന്നീട് ഗബ്രീനെ എന്ത് ചെയ്തു? ആദ്യം വരിഞ്ഞു മുറുക്കിയത് ഈ പറയുന്ന ജാസ്മിൻ തന്നെയാണ്. അതിനുശേഷം അവസാനമാണ് ഈ പറയുന്ന ഈ ഗബ്രി അവളിലേക്ക് കൂടുതൽ അടുക്കുന്നു എന്ന് മനസ്സിലായപ്പോഴാണ് ജാസ്മിൻ ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡ് പിടിക്കുന്നത്. കാരണം പുറത്ത് പറഞ്ഞ് 7-8 മാസം പ്രണയം നടിച്ച്, പ്രണയം അഭിനയിച്ച്, എല്ലാം അവന്റെ കൂടെ നടന്ന്, സ്നേഹമൊക്കെ വാരിക്കൊടുത്ത്, അവനെ കൊണ്ട് നടന്ന്, കല്യാണത്തിന് വേണ്ടി നിർബന്ധിച്ച്, അതായത് എൻഗേജ്മെന്റിന് വേണ്ടി നിർബന്ധിച്ച്, കല്യാണം അതായത് ബിഗ് ബോസ് പോകുന്നതിന് മുമ്പ് എനിക്ക് എൻഗേജ്മെന്റ് വേണമെന്ന് നിർബന്ധിച്ച് അവനെ പെണ്ണ് കാണൽ ചടങ്ങിലേക്ക് കൊണ്ടുവന്ന് ഒരു ഉറപ്പിക്കലേക്ക് എത്തിച്ച്, അതിനുശേഷം ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിലേക്ക് പോയി അവിടെ കണ്ട ഒരുത്തനോട് തോന്നിയ വികാരം, അത് ഏത് തരത്തിലോ എന്തൊക്കെ പറഞ്ഞാലും നിനക്ക് എന്ത് വേണോ ആ ജാസ്മിനെ, നിനക്ക് ആരെ വേണോ പ്രണയിക്കാം, ആരോട് വേണോ നിനക്ക് എന്തോ ചെയ്യാം, അത് നിന്റെ ഇഷ്ടമാണ്, നിന്റെ റൈറ്റ്സ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് നീ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് പറയാനുള്ള അവകാശം എനിക്കുണ്ട് എന്നുള്ളതാണ്. പ്രേക്ഷകർക്കായ എനിക്കുണ്ട്. നീ ചെയ്തത് പക്കാ തെണ്ടിത്തരമാണ്. ഇവിടെ എല്ലാവരും ചിലവർ പറയും, കണ്ടില്ലേ അവരുടെ ആത്മാർത്ഥ പ്രണയം കണ്ടില്ലേ? ഈ പറയുന്ന ജാസ്മിന്റെ പ്രണയമാണ് അവർ നോക്കുന്നത്. ഗബ്രിയോടുള്ള പ്രണയം കണ്ടില്ലേ? ഗബ്രിയെ ഒറ്റപ്പെടുത്തിയപ്പോ ഗബ്രിയെ ചേർത്ത് നിർത്തുന്നത് കണ്ടില്ലേ? ഗബ്രി കിട്ടിയാൻ വേണ്ടി പോയപ്പോ ഗബ്രി എന്ത് ചെയ്യുന്നു? ചേർത്ത് നിർത്തുന്നു. മനസ്സിലായോ? എന്ത് പറഞ്ഞാലും ഗബ്രി നീ എന്റെ കൂടെ വേണമെന്ന് അവളെ പറയുന്നു. ഇതൊക്കെയാണ് നിങ്ങൾ കാണുന്നത്. ഗബ്രി ഈ പറയുന്ന ജാസ്മിൻ അവിടെ കിടന്ന് കരയുന്നു. ഒരു പെൺകൊച്ചിനെ നിങ്ങൾ എന്തിന് വീണ്ടും വീണ്ടും പറയണു? പറഞ്ഞത് മതിയായില്ലേ? നിർത്തിക്കൂടെ? ഈ ടോപ്പിക്ക് വിട്ടുകൂടെ? അവളുടെ ഇഷ്ടത്തിന് ജീവിക്കട്ടെ. അവളുടെ സങ്കടം കണ്ടില്ലേ? അവള് കിടന്ന് കരയുന്നത് കണ്ടില്ലേ? ഒരു പെൺകൊച്ചല്ലേ, അവിടെ എത്രമേൽ സഹിക്കും? ഇതൊക്കെ നിങ്ങൾ പറയുന്നു. ഈ പറയുന്ന കുറെ ആൾക്കാർ വന്നിട്ടുണ്ട്. ഈ പറയുന്ന ആരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഇവിടെയൊക്കെ നിങ്ങൾ കാണാതെ പോയ ഒരു മനുഷ്യനുണ്ട്, ഒരു മനസ്സുണ്ട്. നിങ്ങൾ ആരും കാണാതെ പോയ ഒരു മനസ്സ്, അത് അഫ്സലാണ്. അഫ്സലിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചു നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ ആ വേദന. ഇപ്പോൾ ഇവരെ ഈ കാണിക്കുന്ന പേക്കൂത്തുകളെല്ലാം, ഇന്ന് ഈ പറയുന്ന ലാലേട്ടനോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം, എനിക്ക് പ്രണയം ഉള്ളിലുണ്ട്, പക്ഷെ അത് ഞാൻ പുറത്ത് കാണിക്കാതെ അല്ലെങ്കിൽ പ്രണയത്തിലോട്ട് പോകാതെ ഞാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അവിടെ മാറുന്നത്, അവിടെ ഇല്ലാണ്ടാവുന്നത്
അഫ്സലാണ്. മറ്റാരുമല്ല, അവരുടെ കുടുംബമൊക്കെ വേറെ. അഫ്സൽ പോയാൽ എന്ത്, വേറെ പയ്യനെ കിട്ടും. പക്ഷെ ഇവളെ ആത്മാർത്ഥമായി പ്രണയിച്ച് കല്യാണത്തിന് വേണ്ടി കാത്തിരുന്ന് എല്ലാം കെട്ടി ഒരുക്കി, മക്കളെ നീ പോയിട്ട് വാ, നീ ജയിച്ചിട്ട് വാ എന്ന് പറഞ്ഞു വിട്ട ഒരുത്തനുണ്ട്. അവന്റെ മനസ്സ് നിങ്ങൾ ആരും കാണില്ല, ഒറ്റ എണ്ണം കാണില്ലടാ. ഈ പറയുന്ന ഒരു ദണ്ഡികളും കാണത്തില്ല. ഇവിടെ കാണുന്നത് ഒരു പെണ്ണ് കരഞ്ഞപ്പോ അവള് ചെയ്ത തെറ്റുകളെല്ലാം അങ്ങ് മറന്നു അല്ലേ? നിങ്ങളെല്ലാരും മറന്നു. ഇപ്പം അവളെന്തോ മറ്റതാണ് എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾ സംസാരിക്കും. എനിക്ക് അങ്ങനെ സംസാരിക്കാൻ പറ്റത്തില്ല. ഇപ്പൊ നിങ്ങൾ ചോദിക്കും നിനക്ക് എങ്ങനെ അറിയാമെന്നുള്ളത്. അവന്റെ അറിയാം, എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്രയും ആധികാരികമായി സംസാരിക്കുന്നത്. എനിക്കറിയാം. ഒരു ഇത്തിരിയെങ്കിലും, ഒരു ചെറിയെങ്കിലും കണിക, ഒരു സ്നേഹത്തിന്റെ കണിക അഫ്സലിന്റെ മനസ്സിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അവശേഷിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആരും അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. അതൊന്നും എനിക്ക് ഈ ഓപ്പണിൽ വന്ന് പറയാനും പറ്റത്തില്ല. ഒരിത്തിരി ഇന്ന് എപ്പിസോഡ് തീരുന്നത് വരെ ഒരു ചെറിയ ഒരു പ്രതീക്ഷ, അല്ലെങ്കിൽ ചെറിയ ഒരു സ്നേഹം അവന്റെ മനസ്സിൽ ബാക്കി ഉണ്ടായിരുന്നെങ്കിൽ അതും കൂടി പോയി കിട്ടി. അങ്ങനെയാണ് ഒരു മനുഷ്യനല്ലേ. ഒരു മനുഷ്യൻ എത്രയെന്നും പറഞ്ഞു അല്ലേ? ഇവള് പറയുന്ന ഓരോ വാക്കുകളും ചെന്ന് തറയ്ക്കുന്നത് അവരുടെ കുടുംബത്തിലേക്കല്ല, ഈ പറയുന്ന അഫ്സലിന്റെ നെഞ്ചിലേക്കാണ്. കുടുംബത്തെയൊക്കെ വെറുപ്പിച്ചുകൊണ്ട് അവൾക്ക് വേണ്ടിയിട്ട് ഇത്രയും നാളും ഫൈറ്റ് ചെയ്ത അഫ്സലിനെയാണ് അവളുടെ ഓരോ നിമിഷവും ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അഫ്സലിനെയാണ് അവളെ ഓരോ നിമിഷവും കൊന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ? അവള് ഒരു പെണ്ണ് വന്നൊരു മുതലക്കണ്ണീര് മുടക്കിയപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങ് അലിഞ്ഞു ചേർന്നു അല്ലേ? വളരെ സിമ്പിൾ. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, 7 മാസം കൊണ്ട് ഇത് എന്ത് തരം എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് ഇതിനൊരു ഡിഫൈൻ ചെയ്യാനോ ഒന്നുമില്ല. ഇതിപ്പോ ഞാൻ ഡിഫൈൻ ചെയ്യാനൊക്കെ ഒന്നുമില്ലാത്ത എനിക്കറിയാം. കൃത്യമായിട്ട് ഇതിനെ എങ്ങനെ ഡിഫൈൻ ചെയ്ത് എങ്ങനെ അവതരിപ്പിക്കണമെന്ന് എനിക്കറിയാം. പക്ഷെ അത് ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ ക്യാമറയുടെ ഫ്രണ്ടിൽ വെച്ച് എനിക്ക് പറയാൻ പറ്റുന്നില്ല. എനിക്ക് അറപ്പുളവാക്കും. അതൊരു അറപ്പാണ്. ഈ പറയുന്ന ഫാമിലി ഓഡിയൻസ് ഉൾപ്പെടെ കാണുന്ന എന്റെ വീഡിയോ ചിലപ്പം ഒരുപാട് ഫാമിലീസ് കാണുന്നുണ്ട്. അവരുടെ ഫ്രണ്ടിലേക്ക് സത്യം എന്താണെന്ന് പറയാനുള്ള ഒരു അറപ്പുണ്ട്. പക്ഷെ അവർക്കൊക്കെ അറിയാം. ഇന്ന് എന്ത് ക്ലാരിഫിക്കേഷനാണ് കൊടുത്തത്? ഇന്ന് ബിഗ് ബോസ് നല്ല രീതിയിൽ ശ്രമിച്ചു. എങ്ങനെയെങ്കിലും ഇതിനൊരു ക്ലാരിഫിക്കേഷൻ വരുത്തട്ടെ എന്ന് കരുതിക്കൊണ്ട് ഈ പറയുന്ന ജാസ്മിനോട് നല്ല രീതിയിൽ ശ്രമിച്ചു. ജാസ്മിൻ അവിടെ എന്നും പിടികൊടുക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും അലയുന്നതാണ് കണ്ടത്. അവിടെയും ചാടി ഇവിടെയും ചാടി, ഗബ്രിയുടെ പേര് പോലും ഉച്ചരിക്കാതെ എങ്ങനെയെങ്കിലും നൈസായിട്ട് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാമെന്ന് ജാസ്മിൻ വീണ്ടും കരുതി. പക്ഷെ അവിടെ ആര് വിട്ടില്ല? ലാലേട്ടൻ വിട്ടില്ല. ലാലേട്ടൻ എടുത്ത് തന്നെ ചോദിച്ചു, ഗബ്രിയുടെ പേരെടുത്തിട്ടു. എന്നിട്ടും ഗബ്രി അല്ല എനിക്ക് വിഷയം. ഗബ്രി ഒന്നും അല്ല വിഷയം. ഗബ്രിയായിട്ട് എനിക്കൊരു വിഷയമല്ല. അവന്റെ സ്നേഹം എനിക്കറിയാം. അവൻ ഗബ്രി ഒരിടത്ത് പറയുന്നുണ്ട്. ഗബ്രി ശരിയാണ്. ഗബ്രി പല സമയത്തും പലതും മാറ്റി പറയുന്നുണ്ട്. ഇവിടെ വന്ന് ഒരിക്കൽ പ്രണയമാണെന്ന് പറയും, പിന്നെ പറയും ഞാൻ എന്റെ അച്ഛനാണെന്ന് പറയും, കുറച്ച് കഴിയുമ്പോൾ ഞാൻ എന്റെ കാമുകനാണെന്ന് പറയും, പിന്നെ നീ എന്റെ എന്ന് പറയും, ഈ പറഞ്ഞ പോലെ ഞാൻ നിന്റെ പിന്നീട് ഭർത്താവാണെന്ന് പറയും. അങ്ങനെയൊക്കെയാണ് ഈ ഗബ്രി പറയുന്നത്. അതുപോലെ ഈ പറയുന്ന ജാസ്മിനും പറഞ്ഞിട്ടില്ലേ? എന്തുകൊണ്ട് അത് കാണിച്ചില്ല? ഐ ലവ് യു സോ മച്ച് എന്ന് ജാസ്മിൻ പറഞ്ഞിട്ടില്ലേ? എന്തുകൊണ്ട് അത് കാണിച്ചില്ല? അത് കാണിച്ചില്ല. ഇവിടെ എന്ത് ചെയ്തു? ഇവിടെ വളരെ ഈസിയാണ്. വളരെ ഈസി ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ആണിന്റെ തലയിലേക്ക് അടിച്ചേൽപ്പിക്കുക. ആണിനൊന്നും പറ്റത്തില്ലല്ലോ. കുറ്റം മുഴുവൻ ആണിന്റെ തലയിലേക്ക് അടിച്ചേൽപ്പിക്കുക, പെണ്ണിനെ സേഫാക്കി എടുക്കുക. ശരി, ഓക്കെ, ഒരു തരത്തിൽ ശരി, ഓക്കെ, എങ്ങനെയെങ്കിലും അവള് മാറട്ടെ. എവിടെ മാറി? ഇനി ആർക്കാണ് ഇപ്പം പറയുന്നത്? ഈ ജാസ്മിന്റെ ഫാമിലി മൊത്തം ഇവളെ എങ്ങനെയെങ്കിലും തിരിച്ചു വന്നാൽ മതി എന്നുള്ള അവിടെ കഠിന ശ്രമം നടത്തുന്നുണ്ട്. എങ്ങനെയെങ്കിലും അവളെ അവിടെ നിന്ന് ഇറക്കുക. കാരണം എന്റെ മോളെ ഇനിയും ഇങ്ങനെ കിടന്ന് ഇങ്ങനെ കിടന്ന് സമൂഹത്തിന്റെ മുന്നിൽ നാറണ്ട എന്നുള്ള രീതിയിൽ അവളെ എന്ത് ചെയ്യണം? തിരിച്ചു കൊണ്ടുവരണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇനി അവർ ആഗ്രഹിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇനി എന്താ പറയുന്നത്? ഷോയെ അവരെ കുറ്റം പറയാൻ പറ്റും? ആരെ കുറ്റം പറയും? ഇനി ഏത് രീതിയിൽ ഇവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം? സ്വന്തം വാപ്പ വന്ന് പറഞ്ഞു, ഈ വരുന്ന വൈൽഡ് കാർഡുകൾ വന്ന് പറഞ്ഞു, ലാലേട്ടൻ നേരിട്ട് വന്ന് പറയുന്നു. ഇതൊക്കെ കഴിഞ്ഞിട്ടും എനിക്ക് അവൻ മതി എന്നുള്ള സ്റ്റാൻഡിൽ അവൾ നിന്ന് കഴിഞ്ഞാൽ ഇതെന്ത് തരം പ്രണയമാണ്? നിനക്ക് പുറത്തൊരു റിലേഷൻ ഇല്ലായിരുന്നെങ്കിൽ ഇതൊക്കെ നമ്മളെല്ലാരും കൊട്ടി ഘോഷിച്ചല്ല. നീ തന്നെ വന്ന് പറഞ്ഞ, നീ തന്നെ വാക്ക് കൊടുത്ത് വന്ന ഒരു പയ്യനെ ഒരു 30 ദിവസമായിട്ടുള്ളൂ, 30-35 ദിവസം ആയിക്കോട്ടെ, ആ പയ്യനെ കളഞ്ഞുകൊണ്ട് ഇവിടെയുള്ള യവനെ വേണ്ടിയിട്ട് ഇപ്പൊ യവനാണ് നിനക്ക് ഏറ്റവും വലുത്. എന്തിനേക്കാളും അല്ലേ? കുടുംബത്തെക്കാളും തന്നെ കെട്ടാൻ പോകുന്ന താൻ മനസ്സ് കൊടുത്ത പയ്യനേക്കാളൊക്കെ വലുത് ഇന്ന് കണ്ട അല്ലെങ്കിൽ ഇന്നലെ കണ്ട പയ്യനെയാണ്. വെരി ഗുഡ് ജാസ്മിൻ. നിന്നെ പോലൊരു സ്ത്രീ എനിക്കറിയില്ല. ഞാൻ ഇങ്ങനെയുള്ള പിന്നീട് സ്ത്രീകളെ ഏത് പേരിട്ട് വിളിക്കണമെന്ന് എനിക്കറിയത്തില്ല. അറിയാമെങ്കിലും എനിക്ക് ഇവിടെ കൂടി പറയാനും പറ്റത്തില്ല. എനിക്ക് വേണ്ട, എന്തായിക്കോട്ടെ. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. കാരണം ഇപ്പോഴെങ്കിലും ഞാൻ ചിന്തിക്കുന്നത് എവരുടെ മനസ്സൊന്നുമല്ല, എവരുടെ ഈ മുതലക്കണ്ണീരൊന്നും അല്ല ഞാൻ നോക്കുന്നത്. പുറത്തൊരു പയ്യനുണ്ടല്ലോ,
അവൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു പയ്യനെ പ്രേമിച്ച് അല്ലെങ്കിൽ ഒരിക്കലെങ്കിലും ജീവിതത്തിൽ പ്രേമിക്കാത്ത അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്ത ആൾക്കാരൊന്നും കാണില്ല. അവർക്കത് അറിയാൻ പറ്റും എന്താണ് അവൻ ഫീൽ ചെയ്യുന്നത്. അപ്പൊ അവന്റെ ഫീലിംഗ് ഇവിടെ ആരും കാണുന്നില്ല. ഈ പറയുന്ന ജാഫിൻ കുറച്ച് കരഞ്ഞു പിടിച്ചപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും അപ്പോ ഇതിനകത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ തോന്നിയത് ആരോ പറഞ്ഞ ഒരു സാധനം, അതായത് ഇവളിപ്പോഴും കൺഫ്യൂസ്ഡ് ആണെന്ന് പറയുമ്പോൾ അൻസിബ വളരെ കൃത്യമായിട്ട് അൻസിബ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട്. കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു കുട്ടിക്ക് കൺഫ്യൂഷന്റെ ആവശ്യമില്ല. വളരെ കൃത്യമാണ്, ആ വരികളിൽ തന്നെ എല്ലാം ഉണ്ട്. എന്താണ് കമ്മിറ്റഡ് ആയ ഒരു കൊച്ചിന് കൺഫ്യൂഷന്റെ ആവശ്യമില്ല. അവരുടെ കൺഫ്യൂഷൻ എന്തിന് നിനക്ക് കൺഫ്യൂഷൻ? നീ കമ്മിറ്റഡ് അല്ലേ? അപ്പൊ നിനക്ക് അങ്ങനെ ചിന്തിക്കുന്നത് പോലും തെറ്റാണ്. അങ്ങനെ കൺഫ്യൂഷൻ എന്റെ മനസ്സിൽ വരുന്നത് പോലും തെറ്റാണ്. ഒരു പയ്യനുമായിട്ട് എൻഗേജ്മെന്റ് കഴിഞ്ഞ് അല്ലെങ്കിൽ ഉറപ്പിക്കൽ കഴിഞ്ഞ് ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ വിവാഹം ഉറപ്പിച്ചിരുന്ന ഒരു പെണ്ണ് മറ്റൊരു പയ്യനെ കുറിച്ച് ചിന്തിക്കുന്നത് പോലും തെറ്റാണ് അല്ലേ? എന്നിട്ട് നീ പറയുന്നു ചിന്തിച്ചില്ല, അതിനുശേഷം അവരുമായിട്ട് ഇന്റിമസി കൂടി. ഇപ്പൊ നീ എന്ത് പറയുന്നു? പ്രണയമുണ്ട്, പക്ഷെ അതെനിക്ക് പറയാൻ പറ്റുന്നില്ല എന്നുള്ളത്. അതായത് ഈ വേസ്റ്റ് ആയിട്ടുള്ള അപ്സലെ, നീ കേൾക്കണമെങ്കിൽ നീ പറ അപ്സലെ, നിന്നെ വേസ്റ്റ് ആയിട്ടാ കാണുന്നത്. ഈ വേസ്റ്റ് ആയിട്ടുള്ള നീ ഒരു വിലങ്ങ് തടിയായിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാരണം. നീ ഇപ്പോഴും ഇന്നലെ എനിക്കറിയാം, നമുക്ക് പേഴ്സണലായിട്ട് അറിയാം, ഈ 1 മണിക്കൂർ ഈ എപ്പിസോഡ് റിലീസ് ആവണേന് 1 മണിക്കൂർ മുമ്പ് വരെ നിന്റെ മനസ്സെന്തായിരുന്നു എന്ന് എനിക്ക് വായിച്ചെടുക്കാൻ കഴിയും. എന്നിട്ടും അവൾ തന്ന മറുപടി കണ്ടോ? അവൾ നിനക്ക് വെച്ചിരുന്ന മറുപടി ഇത്രയേ ഉള്ളൂ. ഇതൊന്നുമല്ല പറയാൻ, ഒരുപാട് പറയാനുണ്ട്. അത്രയ്ക്ക് എനിക്ക് ഞാൻ ഭയങ്കരമായിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്കുള്ള ദേഷ്യമുണ്ട്, അത്രയ്ക്കുള്ള സങ്കടമുണ്ട്. ആരെ ഓർത്ത്? ഈ അഫ്സലിനെ ഓർത്താണ്. ഇനിയും കുറച്ചൊക്കെ പറയാനുണ്ട്. തൽക്കാലം ഞാൻ നിർത്തുന്നു. നമുക്ക് വീണ്ടും കാണാം. ചെയ്യുക.